കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സ്വയം പരിചയപ്പെടുത്തിയ മറ്റേ കാരാക്കൂട്ടിൽ ദാസന്റെ ഭരണത്തിൽ ഇപ്പോൾ ക്രിമിനലുകൾക്കൊക്കെ എന്ത് തോന്നിവാസവും ആവാമല്ലോ. ട്രാഫിക് നിയമങ്ങളൊന്നും പാലിച്ചില്ലെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥരും ഇവരോട് ഒരു തരത്തിലും വിശദീകരണം ആവശ്യപ്പെടില്ല. ഒരു AI ക്യാമറയും ഇവന്മാരുടെ വീട്ടിലേക്ക് നോട്ടീസ് അയക്കില്ല. കാരണം ആകാശ് തില്ലങ്കേരി, ഷാഫി, കിർമാണി ബലോച്ച് പോലുള്ള കൊടും ക്രിമിനലുകളുടെ നാവിൻ തുമ്പത്തിരുന്നു കൊണ്ടാണ് ദാസൻ ഇന്ന് ഈ നാട് ഭരിക്കുന്നത്. ഷുഹൈബ് എന്ന ചെറുപ്പക്കാരനെ കൊല ചെയ്തതിൽ ഒന്നാം പ്രതി എന്നതടക്കം നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഈ ആകാശ് തില്ലങ്കേരി. അയാൾ ഇന്ന് ഗുരുതരമായ നിയമലംഘനം നടത്തിയെന്നത് മാത്രമല്ല, അതിൽ മാസ് ഡയലോഗും BGM ഒക്കെ കയറ്റിക്കൊണ്ട് നവമാധ്യമങ്ങളിൽ ഒന്നാകെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിയമവ്യവസ്ഥ ഉള്ള ഒരു നാട്ടിൽ സകല പോലീസുകാരെയും MVDയെയും കേവലം ഉണ്ണാക്കന്മാരാക്കിക്കൊണ്ട് തനിക്കിതൊന്നും ബാധകമല്ലെന്ന് തീർത്ത് പറഞ്ഞ് പൊതുജനങ്ങളെ അടക്കം പരിഹസിക്കാൻ അയാൾക്ക് സാധിക്കുന്നത് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി കാരാക്കൂട്ടിൽ ദാസൻ ക്രിമിനൽ ആക്ടിവിറ്റികളെ രക്ഷാപ്രവർത്തനമായി കണ്ട് പ്രോത്സാഹിപ്പിച്ചു പോരുന്നത് കൊണ്ടാണ്. ജനക്ഷേമ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സാധാരണക്കാരന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ ഇനി തന്നെ കൊണ്ടാവില്ലെന്ന് തിരിച്ചറിഞ്ഞ ദാസൻ ശേഷിക്കുന്ന കാലയളവ് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ പന പോലെ വളർത്തുന്നതെന്ന് ന്യായമായും നമുക്ക് സംശയിക്കാം. കഴിഞ്ഞ ദിവസം കാപ്പ ചുമത്തി ജയിലിലടച്ച ഒരു സ്ഥിരം കുറ്റവാളിയെ ആഘോഷപൂർവ്വം CPMലേക്ക് സ്വീകരിച്ചതും ഇതിന്റെ ഭാഗമായാവണം. ഗുണ്ടകൾക്കും കൊടും ക്രിമിനലുകൾക്കും മാത്രമല്ല, വർഗീയ ഫാസിസ്റ്റുകളെന്ന് നിരന്തരം കുറ്റപ്പെടുത്തി പ്രതിപക്ഷത്ത് നിർത്തിപ്പോരുന്ന BJP പ്രവർത്തകരെയും വലിയ ബഹുമാനത്തോടെയും വിനയത്തോടെയുമാണ് ഇവിടുത്തെ പിണറായിയുടെ ആഭ്യന്തരം അവരോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത നിമിഷം തന്റെ ജീവിതം അപകടത്തിലാവുമെന്ന് സാധാരണക്കാരൻ ആശങ്കപ്പെടുമ്പോൾ ഇവിടുത്തെ നീതിയും നിയമവും ഉടുതുണി അരിക്കപ്പെട്ട് ഇത്തരം കാപാലികരുടെ മുന്നിൽ ഓരോ നിമിഷവും വ്യഭിചരിക്കപ്പെടുകയാണ്. പ്രതികരണം നമ്മൾ തുടർന്നുകൊണ്ടേതിരിക്കുക.